Yes, welcome back to Aegon Learning. Yes. തേർഡ് ട്രാൻസ്ഫർ അതേപോലെ തേർഡ് സപ്ലിമെന്ററി കാത്തിരിക്കുന്ന മക്കൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ട് നമ്മൾ വന്നിരിക്കും. അതായത് നമ്മൾ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് തേർഡ് സപ്ലിമെന്ററി ഉണ്ടാവുമോ, തേർഡ് ട്രാൻസ്ഫർ ഉണ്ടാവുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിരുന്നു. അതിനൊരു ഒരുപാട് സന്തോഷം നൽകുന്നില്ലെങ്കിൽ പോലും ചെറിയൊരു സന്തോഷ വാർത്ത അല്ലേ. സ്പോട്ട് അഡ്മിഷന്റെ ടൈം ഒക്കെ കഴിഞ്ഞു. പക്ഷെ നിലവിൽ ഇതുവരെ തേർഡ് ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും വന്നിട്ടില്ല. അതുപോലെ തന്നെ തേർഡ് സപ്ലിമെന്ററി ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലും നിലവിൽ ഒരു തീരുമാനവും വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ നിലവിലുള്ള വേക്കൻസി ആണ്, അതായത് ഒഴിവുള്ള സീറ്റുകൾ അല്ലെ. ഞെട്ടിപ്പോവും മക്കളെ, ഇതുവരെ സീറ്റില്ല എന്ന് നമ്മൾ കരയുകയായിരുന്നു. ഇപ്പൊ ഇത്രയും സീറ്റുകൾ വേക്കന്റ് ആവുന്നു എന്ന് അറിയുന്നത് എന്തിയാ സന്തോഷമാണോ സങ്കടമാണോ ഞങ്ങൾക്ക് അറിയില്ല അല്ലെ. ചിലപ്പോ സീറ്റ് കാത്തിരിക്കുന്ന മക്കൾക്ക് ഒരു സന്തോഷം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് സെക്കൻഡ് സപ്ലിമെന്ററി ഉണ്ടായിരുന്നിട്ടും ഇത്രയും കുറവ് കുട്ടികൾ അപ്ലൈ ചെയ്തത് എന്നാണ്. അപ്ലൈ ചെയ്ത കുട്ടികൾക്കൊക്കെ സീറ്റ് ലഭിച്ചിട്ടുണ്ട്, എന്നാൽ എന്തുകൊണ്ട് ഇത്രയും സീറ്റ് വേക്കൻ വന്നു, ഇനിയും കുട്ടികൾ അത് എനിക്ക് തോന്നുന്നത് നിങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായ കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങളോട് എടുത്തെടുത്ത് പറഞ്ഞിരുന്നു നിങ്ങൾ വേക്കൻസി ഉള്ള ജില്ല നോക്കി അപ്ലൈ ചെയ്യുക. പക്ഷെ അതിൽ ചിലപ്പോൾ അവർ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വന്നത് കൊണ്ട് മാത്രമായിരിക്കും ഇത്രയും സീറ്റുകൾ വേക്കന്റ് ആയി കിടക്കുന്നു. ഇനി ഒരു സ്പോട്ട് അഡ്മിഷനിൽ കൂടി തന്നെയാണോ എടുക്കുക, അല്ലെങ്കിൽ തേർഡ് ട്രാൻസ്ഫർ ഉണ്ടാവുമോ, തേർഡ് സപ്ലിമെന്ററി ഉണ്ടാവുമോ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. എന്നാലും അങ്ങനെ ഒരു സാധ്യത വന്നാൽ നിലവിൽ ഏത് ജില്ലയിലാണ് വേക്കൻസി ഏറ്റവും കൂടുതൽ, എവിടേക്ക് അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ അറിയണം. ഈ ഡാറ്റ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇനി ഒരു തെറ്റ് നിങ്ങൾക്ക് വരുത്തരുത്. ഗവൺമെന്റ് എങ്ങനെയാലും ഞങ്ങൾ പറയുന്നു 99% പറയാൻ പറ്റില്ല, ഗവൺമെന്റ് തീരുമാനമാണ്. 99% ഞങ്ങൾ നിങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ശക്തമായ അഭിപ്രായം മുന്നോട്ട് വന്നാൽ ഗവൺമെന്റ് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. അതായത് തേർഡ് ട്രാൻസ്ഫർ വേണമെന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഇനീഷ്യേറ്റ് എടുക്കണം, കണ്ടിന്യൂസ് ആയിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിരവധി സീറ്റുകൾ നിലവിൽ വേക്കന്റ് ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കുക, അത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന സമയത്ത് എത്രയാണ് വേക്കൻസി? വേക്കൻസി ഗവൺമെന്റ് ഉണ്ട്, എയ്ഡഡ് ഉണ്ട്, അൺഎയ്ഡഡില് വേക്കൻസി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ എല്ലാം കൂടി ചേർത്ത് 5366 വേക്കൻസി ആണ് അല്ലെ. 5366 വേക്കൻസിയാണ് ഇവിടെ ഉള്ളത്, ട്രിവാൻഡ്രത്തുള്ളത്. ഓക്കെ, എനിക്ക് തോന്നട്ടെ കോഴിക്കോടും അല്ല കാസർഗോഡും അല്ല ഏത് ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ, അതായത് ഏറ്റവും സീറ്റ് ക്ഷാമം ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിലും വരെ 7642 സീറ്റ് വേക്കൻസ് ആയിട്ട് മലപ്പുറം ജില്ലയിൽ 7642 സീറ്റ് വേക്കന്റ് ആയി കിടക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും സീറ്റ് കോഴ്സുകൾ ഒരുപാട് പിന്നീട് അനുവദിച്ചിരുന്നു അല്ലെ. എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ മലപ്പുറം എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് അൺഎയ്ഡഡിലാണ്. അൺഎയ്ഡഡ് സീറ്റുകളാണ് എത്ര, 5173. എയ്ഡഡ് സീറ്റുകൾ 336 മാത്രമാണ് അവശേഷിക്കുന്നത്. അതിന്റെ പ്രോബ്ലം വെച്ചാൽ ഗവൺമെന്റ് പുതുതായിട്ട് സീറ്റ് അനുവദിച്ചപ്പം അൺഎയ്ഡിൽ ജോയിൻ ചെയ്ത കുട്ടികൾ എന്ത് ചെയ്യാ എയ്ഡിലേക്കോ അല്ലെങ്കിൽ ഗവൺമെന്റ് സീറ്റിലേക്കോ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അൺഎയ്ഡിൽ ഇത്രയും സീറ്റ്. കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ 5021, പത്തനംതിട്ട 4079, ആലപ്പുഴ 3423 സീറ്റ്. അതിൽ എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിലാണ് അപ്ലിക്കന്റ് കുറവും ഏറ്റവും കുറഞ്ഞ സീറ്റും ഉള്ളത്. 775 സീറ്റ് മാത്രമേ വയനാട് ജില്ലയിൽ ബാക്കിയുള്ളൂ. സോറി, വയനാടല്ല, കാസർഗോഡ് 2525 സീറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. മാത്രമാണ് വേക്കൻസ് ആയിട്ടുള്ളത്. അപ്പൊ ഡിസ്ട്രിക്ട് വൈസ് ഉള്ള ഒരു സാധനം നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഓടിച്ചു നോക്കിക്കോട്ടെ. അപ്പൊ ടോട്ടൽ 53,253 സീറ്റുകൾ നിലവിൽ +1 വേക്കൻസ് ആയിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ജില്ല അറിഞ്ഞ് ഏത് ജില്ലയിലാണ് വേക്കൻസി എന്ന് അറിഞ്ഞ് തന്നെ ഇനി വരികയാണെങ്കിൽ ജില്ല അറിഞ്ഞ് വേക്കൻസി അറിഞ്ഞ് അപ്ലൈ ചെയ്യല്ലേ. കൽപ്പിക്കുന്നത് സ്പോട്ടിന് തന്നെയാണ്. തേർഡ് ട്രാൻസ്ഫർ കഴിഞ്ഞ വർഷങ്ങളിൽ ഇല്ലായിരുന്നു, എന്നാലും അറിയില്ല. ഇത്രയും സീറ്റുകൾ വേക്കന്റ് ആയതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമാണ് എടുക്കുക നമുക്ക് അറിയില്ല. എന്തായാലും നമ്മൾക്ക് കാത്തിരിക്കാം. എന്ത് തീരുമാനമായാലും അത് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അതായത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്ത അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത്രയും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും സീറ്റുകൾ വേക്കന്റ് ആണ് എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങളിൽ ഉണ്ട് അല്ലെ. അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ. ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഈ ഒരു വേക്കൻസി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ നിലവിലെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. നമ്മളെല്ലാ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമുക്ക് കാണാം. ബൈ.